നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പൂന്താനം എന്നൊരു കവിയെപ്പറ്റി കേൾക്കാത്തവരുണ്ടായിരിക്കുകയില്ലല്ലോ. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന രണ്ടുപേരെങ്കിലും തോന്നാത്ത മലയാളികൾ ഉണ്ടാവില്ല. ആരും തന്നെ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുള്ളവരെങ്കിലും തീർച്ചയായിട്ടും ഓർക്കും, എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ആ പുസ്തകം എഴുതിയ ആളാണ്, ജ്ഞാനപ്പാന എഴുതിയ ആളാണ് പൂന്താനം ഇല്ലത്തെ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് ബ്രഹ്മദത്തൻ തിരുമേനി എന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, കേൾക്കാനുണ്ട്. അതൊന്നും നമുക്ക് തീർച്ചയായിട്ട് അറിയില്ല. ആ തിരുമേനിയും പൂന്താനം തിരുമേനിയും ഗുരുവായൂരപ്പൻ്റെ വളരെ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത് ഭക്തി മാത്രമാണ്. യാതൊരുവിധ പൊങ്ങച്ചമോ ആർഭാടമോ അങ്ങനെ ഒന്നുമില്ല, അഹങ്കാരം ഒന്നുമില്ലാത്ത ഒരാളാണ്, ഭക്തകവിയാണ് പൂന്താനം. ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു പൊട്ടിക്ക് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭക്തകവി തന്നെയാണ് മേപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അദ്ദേഹം സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം സംസ്കൃത ഭാഷയിൽ ഭാഗവതത്തെ ചുരുക്കി എഴുതിയിട്ടുള്ള അതീവ ഹൃദ്യമായ അതീവ ശ്രേഷ്ഠമായ ഒരു പുസ്തകമാണ് നാരായണീയം. ഇന്ന് നാരായണീയം എന്ന ആ ഭക്തിരസമുള്ള ഗ്രന്ഥമില്ലാത്ത ഭവനങ്ങളുണ്ടാവില്ല, ഹിന്ദു ഭവനങ്ങളും ഉണ്ടാവില്ല. ഒരു ശ്ലോകമെങ്കിലും നാരായണീയത്തിലെ തോന്നാത്ത ഒരു സാധാരണ അമ്മൂമ്മമാരോ മുത്തശ്ശിമാരൊന്നും പണ്ട് കാലത്തില്ല. ഈയിടെയായിട്ട് ഇപ്പം നാരായണീയത്തിന് നല്ലോണം പ്രചാരം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നാരായണീയ പാരായണ ഗ്രൂപ്പുകളും സമിതികളും ധാരാളം പേര് പഠിക്കുകയും കൂടി വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ഈ കഥ പൂന്താനവും കൊള്ളക്കാരും അപ്പം മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പൂന്താനം എഴുതിയ ഈ ജ്ഞാനപ്പാന എന്ന ഈ 2 കൃതികളും പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഒരുപോലെയാണ് ആശയം. പക്ഷേ പൂന്താനത്തിൻ്റേത് നല്ല മലയാളം, വളരെ ലളിതമായ മലയാള പദങ്ങൾ. മേപ്പത്തൂരിൻ്റേതാണെങ്കിലോ കട്ടി സംസ്കൃതം നാരായണീയം. അപ്പോൾ സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാർക്ക് മുഴുവൻ ധാരാളമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന. അദ്ദേഹം എഴുതിയ ആ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ ജ്ഞാനപ്പാനയിലുള്ളതാ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഇന്നലെ മാളിക മുകളിൽ കയറിയ ആളെ ഇന്ന് തട്ടി താഴ്ത്തിട്ട് ഭിക്ഷക്കാരനെ പോലെ നടത്താം. ഇതൊക്കെ ഭഗവാനെ പറ്റി സ്തുതിക്കുന്ന കാര്യങ്ങളാണ്. 10 കേട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും. 10 രൂപ കിട്ടുമ്പോൾ ആളുടെ ഒന്നുമില്ലാത്ത കാലത്ത് 10 രൂപ കിട്ടിങ്ങി എന്ന് തോന്നും. 10 രൂപ കിട്ടുമ്പോഴെന്താ വിചാരം, 100 കിട്ടിച്ച തറക്കടമൊന്നുമില്ല, 100 കിട്ടിയാൽ കൊള്ളാറുണ്ട് എന്ന് തോന്നും. 100 കിട്ടിക്കഴിയുമ്പോൾ 1000 എന്താ വഴി, ഇതാണ് ചിന്ത. ഇതൊക്കെയാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ ആശയം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ മാസവും വരും തിങ്കൾ ഭജനത്തിന് ഗുരുവായൂർക്ക്. എന്താണെന്നറിയോ ഈ തിങ്കൾ ഭജനം എന്ന് പറയുന്നത്? എല്ലാ മാസവും ഗുരുവായൂരപ്പനെ തൊഴുക എന്നുള്ളതാണ്. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ബസ്സും ബസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ പൂന്താനത്തുനിന്ന് ഇല്ലത്ത് നിന്ന് നടന്ന് കാൽനടയായിട്ട് കാട്ടിക്കൂടിയൊക്കെ വഴി നടന്ന് വേണം ഗുരുവായൂരെത്താൻ. അപ്പോൾ ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസം, അവസാന ദിവസം വരും. അപ്പോൾ വൈകുന്നേരം അന്നത്തെ ഇങ്ങോട്ട് തൊഴാം. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് പിന്നത്തെ മാസത്തിൻ്റെ 1-ാം തീയതിയിൽ രാവിലെ ഇങ്ങോട്ട് തൊഴും. അപ്പോൾ അത് വൈകി. അപ്പം അങ്ങനെ 6 പ്രാവശ്യത്തെ യാത്ര കൊണ്ട് ഒരു വർഷം മുഴുവൻ തൊഴാം, എല്ലാ മാസവും തൊഴാം. അങ്ങനെയാണ് തിങ്കൾ ഭജനം നടത്തിയിരുന്നത് പലരും. പൂന്താനം ഒരു തിങ്കൾ ഭജനത്തിന് വേണ്ടി വരുമായിരുന്നു ഇല്ലത്തുനിന്ന്. ഗുരുവായൂർക്ക് നടന്നു വരണമെങ്കിൽ നല്ല കൊടും കാടൊക്കെയാണ് കേട്ടോ, നടന്നു വരിക. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നേരം സദ്യക്കാവാറായിട്ടുണ്ട്, അങ്ങ് തന്നെ ഈ കാട്ടി കൂടെ നടന്നു പോലെ കൊള്ളക്കാരൊക്കെ വിലസണ സ്ഥലമാക്കിയിട്ട് ഇതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. എൻ്റെ കയ്യിലിപ്പോൾ ഒന്നും ഇല്ലല്ലോ തട്ടിപ്പറിക്കാൻ എന്ന് വിചാരിച്ച് ഒന്നും സാരമില്ല എന്നും കരുതി അദ്ദേഹം നടന്നു പോന്നു. പറഞ്ഞ പോലെ കുറച്ച് ദൂരം അങ്ങോട്ട് വന്നു.
ആൾക്കാരൊക്കെ അങ്ങോട്ട് കൂടി വന്നു. പൂന്താനത്തിനെ തിരുമേനിയെ അങ്ങോട്ട് തടുത്ത് നിർത്തി കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിക്കാനത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലേ? എന്താ ഈ പറയണേ? ഇത്ര ഭക്തകവിയായിട്ടുള്ള അങ്ങയുടെ കൈമ ദേ മോതിരാണല്ലോ കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരു മരത്തിൽ അങ്ങോട്ട് പിടിച്ച് കെട്ടി. എന്നിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇനിയും വെള്ളത്തിൽ വല്ലതും ഉണ്ടോ പറയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പാ എന്നങ്ങോട്ട് ഉള്ള തുറന്ന് വിളിച്ചു പൂന്താനം. എൻ്റെ അപ്പാ ഭക്തൻ്റെ വിളി കേട്ട വരാണ്ടിരിക്കാൻ പറ്റുമോ കണ്ണനവിടെ? നല്ല കാര്യമായി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും മൂന്നാമത് എൻ്റെ ഗുരുവായൂരപ്പാ എന്നങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും കുതിരയുടെ കുളമ്പടി ശബ്ദം. ആരോ വരുന്നുണ്ടല്ലോ കുതിരപ്പുറത്ത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാടിയിരിക്കണ സ്ഥലം കോഴിക്കോട്ട് സാമൂതിരി രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആണെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് മങ്ങാട്ടച്ചൻ. അത് കൊച്ചിരാജൻ്റെ ഏതായാലും ഒരു രാജാവിൻ്റെ മന്ത്രിയാണ് മങ്ങാട്ടച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം കുതിരപ്പുറത്തോ വാളൂരി പിടിച്ചുകൊണ്ടാണ് വരണം. പാഞ്ഞ് വന്ന് ഈ കൊള്ളക്കാരെയൊക്കെ അങ്ങോട്ട് ഓടിച്ചു വിട്ടു. കൊന്നൂലാരെ വാളും കൊണ്ട്. മന്ത്രിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ ആൾക്കാരൊക്കെ പേടിച്ച് ജീവനും കൊണ്ടുപോയി. മരത്തെ പിടിച്ച് കെട്ടിയിട്ടിരുന്ന പൂന്താനത്തിൻ്റെ കെട്ടഴിച്ച് വിട്ടു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പാ എന്നെ രക്ഷിച്ചുല്ലോ, ഭഗവാനെ എന്നെ രക്ഷിച്ചുല്ലോ. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഈ പടനായകനോട് ചോദിച്ചു, കുതിരപ്പുറത്ത് വന്ന ആളോട് ചോദിച്ചു, ഞാൻ എന്താ തരണ്ടേ സമ്മാനമായിട്ട്, എന്താ അപ്പോൾ വേണ്ടയാവോ എന്നൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നറിയാമോ? ആ കയ്യമ്മ കിടക്കണ മോതിരമില്ലേ അതിനെ തന്നാൽ മതി. അപ്പം അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? പണ്ടൊരിക്കൽ ഗുരുവായൂർ വെച്ച് മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പൂന്താനത്തിന് സമ്മാനമായിട്ട് കൊടുത്ത മോതിര എപ്പോഴും ഉണ്ടാവണം കേട്ടോ കയ്യിൽ എന്നും പറഞ്ഞു. അങ്ങനെ തനിക്ക് മേപ്പത്തൂർ തന്ന ഈ മോതിരം ഇപ്പം ഈ പടനായകനെ എങ്ങനെ കൊടുക്കും എന്ന പൂന്താനത്തിൻ്റെ വിചാരം. അദ്ദേഹം അങ്ങനെ ആലോചിക്കുക. അങ്ങനെ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല എന്ന് കൊടുത്ത അത് മേപ്പത്തൂരിന് വിഷമം. കൊടക്കാണ്ട് പാടുമോ, ജീവൻ രക്ഷിച്ചതല്ലേ എന്ന് രണ്ട് കൽപ്പിച്ച പൂന്താനം മോതിരം ഒരു സേനാനായകനെ കൊടുത്തു. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി പൊക്കോളും. സിനിമേനെ പേടിക്കൊന്നും വേണ്ട, പൊക്കോളൂ കേട്ടോ, ആരും ഉപദ്രവിക്കില്ല, ഞാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞങ്ങോട്ട് പോയി. ഗുരുവായൂർ ചെന്നു, ഒന്ന് തൊഴുതു, കിടന്നു, ഉറങ്ങി. അപ്പോഴും ഇങ്ങനെ വിചാരം, തൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം കൊടുത്തുല്ലോ, മേപ്പത്തൂർ തന്നെ മോതിരം കൊടുത്തുല്ലോ സേനാനായകൻ. പക്ഷെ കൊടുക്കാണ്ട് പറ്റില്ല, ജീവൻ രക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പണ്ടേ കാലം അവിടെ തീർന്നു ചെയ്യാൻ. അങ്ങനെ വിചാരിച്ചിരുന്ന് നേരം വിളിച്ചത് അറിഞ്ഞില്ല. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് തൊഴാനൊക്കെ ആയിട്ടുള്ള പുറപ്പാടായി. പക്ഷെ അന്ന് രാത്രി ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്നോ, അവിടുത്തെ മേശാന്തി, ഗുരുവായൂർ മേശാന്തി, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ, ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ അങ്ങ് ചെന്നേക്കുക. എന്നിട്ട് പറയണമെന്നാ, മേശാന്തി ഞാൻ പറയണത് കേൾക്കാണ്ടോ, രാവിലെ തന്നെ പൂന്താനം തിരുമേനി തൊഴാൻ വരും. എൻ്റെ നിർമ്മല്യം വാരാൻ ചെല്ലുമ്പോൾ കാണാം എൻ്റെ പാദത്തിൽ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഒരു മോതിരം കിടപ്പുണ്ട്. ആ മോതിരം എടുത്ത് പ്രസാദം കൊടുക്കലോടുകൂടി പൂന്താനത്തിന് അങ്ങോട്ട് പ്രത്യേകമായിട്ട് കൊടുക്കണം കേട്ടോ എന്ന്. അദ്ദേഹം ഞെട്ടിപ്പോയി. എന്താ ഞാനീ കേൾക്കണേ? വളരെ വ്യക്തമായിട്ട് ഓർമ്മ വന്നു. ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ കാണുന്ന ആ മോതിരെടുത്ത് പിറ്റേ ദിവസം പൂന്താനം തിരുമേനി തൊഴാൻ വരുമ്പോൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കാത്തിരുന്നു. രാവിലെ നട തുറന്നു, ആൾക്കാർ ധാരാളം വന്നു, തൊഴുതു പോയി, പിന്നെയും വന്നു, പൂന്താനവും വന്നു തൊഴാൻ. അദ്ദേഹത്തിൻ്റെ പ്രസാദം എടുക്കാൻ പോയപ്പോൾ പ്രസാദം കൊടുക്കണതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രസാദം പിടിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഇത് അങ്ങേക്ക് പ്രത്യേകമായിട്ടൊരു പ്രസാദം എന്നും പറഞ്ഞ് ഈ മോതിരവും കൊടുത്തു. മോതിരം കൊടുത്തു കഴിഞ്ഞ് കയ്യിൽ വെച്ച് നോക്കിയപ്പോഴേ എന്താ ഒരത്ഭുതം. തലേ ദിവസം തന്നെ രക്ഷിച്ച കുതിരപ്പുറത്ത് വന്ന ആ സേനാനായകന് സമ്മാനമായി കൊടുത്ത ആ മോതിരം, മേപ്പത്തൂർ തിരുമേനി തനിക്ക് സമ്മാനമായി തന്ന അതേ മോതിരം ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അകത്തുനിന്ന് പ്രസാദമായിട്ട് തനിക്ക് തന്നേക്കും.
വേഗം അങ്ങോട്ട് മാറി. എൻ്റെ ഗുരുവായൂരപ്പാ, ആ കുതിരപ്പുറത്ത് എന്നെ രക്ഷിക്കാനായിട്ട് വന്നത് അങ്ങ് തന്നെയാണല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിതുമ്പി സന്തോഷം കൊണ്ട് സങ്കടം കൊണ്ടും അങ്ങോട്ട് കരഞ്ഞ് നമസ്കരിച്ച് തൊഴുത് വണങ്ങി തിങ്കൾ ഭജനം കഴിഞ്ഞ് പോയി ഇല്ലത്തേക്ക്. ഇതാണ് ഒരു കഥ. ഇതുണ്ടായ കഥയാണ്. കേട്ട് 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 ഇങ്ങനെ വാമൊഴിയായി കേൾക്കുന്ന കഥയാണ്. അപ്പോൾ പൂന്താനവും കൊള്ളക്കാർ വന്നുകൊണ്ടാണ് പൂന്താനത്തിന് ഇങ്ങനെ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് രക്ഷിച്ചത്. പൂന്താനം ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടപ്പെട്ട ഭക്തനായിരുന്നു കേട്ടോ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഞാൻ മാലതി വാര്യർ. എൻ്റെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഗുരുവായൂരപ്പൻ്റെ ഭക്തിയെ പറ്റിയിട്ട്, പൂന്താനത്തെ പറ്റിയിട്ട്, ജ്ഞാനപ്പാനയെ പറ്റിയിട്ട്, നാരായണീയത്തിയെ പറ്റിയിട്ടൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണല്ലേ. ഇത്തിരി നേരമൊക്കെ ഒന്നാവാന്നേ. എല്ലാ നേരം കുട്ടികൾക്ക് പഠിക്കലും മാത്രം പോരണം. ഇതൊക്കെ വേണ്ടേ? നമ്മുടെ സമ്പത്താണ് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും നന്ദി.